റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി അലസ്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഈ കൂടിക്കാഴ്ച വെറും ഒരു ഔദ്യോഗിക ചർച്ച മാത്രമല്ല, അത് യുക്രൈന്റെയും യൂറോപ്പിന്റെയും ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു നിർണായക ഘടകമാണ്. ഈ വിഷയത്തിലെ ട്രംപിന്റെ പുതിയ നിലപാടുകൾ, യൂറോപ്യൻ യൂണിയന്റെ ശക്തമായ പ്രതികരണം, കൂടാതെ സെലൻസ്കിയുടെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്നിവ ഈ വിഷയത്തിൽ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിലൂടെ നടത്തിയ പ്രസ്താവനകൾ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. യുക്രൈൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായാൽ യുദ്ധം ഉടൻ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാറ്റോയിൽ ചേരാനുള്ള മോഹം ഉപേക്ഷിക്കുക എന്നതും 2014 റഷ്യ പിടിച്ചടക്കിയ ക്രിമിയെ തിരികെ ലഭിക്കില്ല എന്നത് അംഗീകരിക്കുക എന്നതുമാണ്. ഈ പ്രസ്താവനകൾ യുക്രൈന്റെ പരമാധികാരത്തെയും താൽപര്യങ്ങളെയും സംരക്ഷിക്കുന്നതിന് പകരം റഷ്യയുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു സമീപനമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. അലസ്കയിൽ നടന്ന പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് ഒരു സമാധാന ഉടമ്പടിയെക്കുറിച്ചാണ് സംസാരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെടിനിർത്തലിനേക്കാൾ നല്ലത് സമാധാന ഉടമ്പടിയാണെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടപ്പോൾ കൂടുതൽ ചർച്ചകൾക്ക് ശേഷമേ അന്തിമ ഉടമ്പടിയിൽ എത്താൻ സാധിക്കൂ എന്ന് പുടിനും പറഞ്ഞു. ഈ കൂടിക്കാഴ്ചയിൽ യുക്രൈന്റെ കിഴക്കൻ പ്രദേശങ്ങളായ ഡൊണസ്കും ലുഹാൻസ്കും റഷ്യക്ക് വിട്ടുകൊടുക്കാൻ സെലൻസ്കിയെ സമ്മതിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് ട്രംപ് യൂറോപ്യൻ നേതാക്കളുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിന് പകരമായി ഹെർസോൺ, സ്പൊറീസിയ എന്നിവിടങ്ങൾക്കായുള്ള യുദ്ധം നിർത്താമെന്നും പുടിൻ വാഗ്ദാനം ചെയ്തു. ഈ നീക്കങ്ങളെല്ലാം യുക്രൈനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ട്രംപിന്റെ തന്ത്രപരമായ നീക്കങ്ങളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള താല്പര്യവും യുക്രൈന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തമ്മിലുള്ള വലിയൊരു സംഘർഷത്തിലാണ് സെലൻസ്കി ഇപ്പോൾ ഉള്ളത്. സ്വന്തം മണ്ണ് വിട്ടുകൊടുക്കാൻ സെലൻസ്കി തയ്യാറല്ല. ഇത് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഒരു വലിയ തർക്കവിഷയമായി മാറിയേക്കാം. ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങൾ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുന്ന സെലൻസ്കിയെ സംബന്ധിച്ച് യൂറോപ്യൻ യൂണിയന്റെ പിന്തുണ വളരെ നിർണായകമാണ്. ട്രംപുമായി വൈറ്റ് ഹൌസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ യൂറോപ്യൻ യൂണിയനിലെ പ്രധാന നേതാക്കളായ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഫ്രഞ്ച് പ്രസിഡന്റ്, ജർമ്മൻ ചാൻസലർ, അതുപോലെ നാറ്റോ സെക്രട്ടറി, യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി, ഫിൻലാൻഡ് പ്രസിഡന്റ് എന്നിവരും പങ്കെടുക്കും. ഈ നേതാക്കളുടെ സാന്നിധ്യം യൂറോപ്യൻ യൂണിയന്റെ ശക്തമായ പിന്തുണ സെലൻസ്കിക്കുണ്ടെന്ന് ലോകത്തിനൊരു സന്ദേശവും നൽകുന്നു. യുക്രൈൻ പിന്തുണ ഉറപ്പാക്കുക, ഭാവിയിൽ അവർക്ക് സുരക്ഷാ ഗ്യാരണ്ടി നേടുക എന്നിവയാണ് യൂറോപ്യൻ നേതാക്കളുടെ പ്രധാന ലക്ഷ്യം. ട്രംപുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ സെലൻസ്കിയോട് ട്രംപ് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും യുക്രൈൻ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സഖ്യത്തെ അവതരിപ്പിക്കാനും ഈ നീക്കം സഹായിക്കും. ട്രംപിന്റെ നയതന്ത്ര നീക്കങ്ങളും യൂറോപ്പിന്റെ പിന്തുണയും ഒരു വശത്ത് സജീവമാകുമ്പോൾ മറുവശത്ത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. ഞായറാഴ്ചയും ഇരു രാജ്യങ്ങളും പരസ്പരം ഡ്രോൺ ആക്രമണം നടത്തി. 60ലേറെ ഡ്രോണുകളും ഇസ്കന്ദർ മിസൈലും റഷ്യ അയച്ചെന്നാണ് യുക്രൈൻ വ്യോമസേന പറയുന്നത്. റഷ്യയുടെ അതിർത്തി മേഖലകളിലേക്ക് യുക്രൈൻ 46 ഡ്രോണുകൾ അയച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഡൊണറ്റ്സ്കിൽ റഷ്യ നടത്തിയ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും യുദ്ധമുഖത്ത് സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ഈ വിഷയത്തിന്റെ സങ്കീർണത വർദ്ധിപ്പിക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയുടെ ഫലം യുക്രൈന്റെ ഭാവിയെയും നിർണ്ണയിക്കും. സെലൻസ്കിക്ക് റഷ്യയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുമോ, അതോ യൂറോപ്യൻ സഖ്യത്തിന്റെ പിന്തുണ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുമോ എന്നും നിർണായകമാണ്. എന്തായാലും ഈ കൂടിക്കാഴ്ച യുദ്ധത്തിനൊരു അന്ത്യം കുറിക്കുമോ, അതോ പുതിയ നയതന്ത്ര പ്രതിസന്ധികൾക്ക് വഴി തുറക്കുമോ എന്ന് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്.